ഗോകുൽ, രാജ്യാന്തര സമൂഹത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഒരു ഡി എസ്കലേഷൻ, സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം ഇക്കാര്യത്തിൽ അവർ നേരിട്ട് ഇടപെടില്ല, അമേരിക്കയുടെ ഒരു ബിസിനസ് അല്ല ഇതെന്ന് പറയുമ്പോൾ തന്നെയും ഒരു ഡി എസ്കലേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രതിരോധം എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ദിവസം ഈ സൈനിക താവളങ്ങളും ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടായിരുന്നല്ലോ പാക് ആക്രമണം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ആക്രമണം ലക്ഷ്യമിട്ടത് ഈ കേന്ദ്രങ്ങളെയൊക്കെയാണല്ലോ. അപ്പോൾ ഇന്ത്യ പ്രതിരോധിക്കുന്നത് ഏത് തരത്തിലായിരിക്കും? ഇന്നത്തെ നീക്കങ്ങളൊക്കെ എന്തായിരിക്കാം? തീർച്ചയായും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഇന്ത്യക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അതിന് മുമ്പും ഒക്കെ ലഭിച്ചതാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്കൊപ്പമാണ്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കുമെന്ന് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി പറഞ്ഞത്. അതിൽ തുർക്കി മാത്രമായിരിക്കാം ഒരു എതിർ ശബ്ദം ഉണ്ടായത്. പക്ഷേ ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും, ലോകശക്തികളെല്ലാം തന്നെ ഇന്ത്യക്ക് പിന്നിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന പ്രതികരണം JD വാൻസിന്റെയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒരുപക്ഷെ പഹൽഗാം ആക്രമണ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യയോടെയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പക്ഷം പിടിക്കാനില്ല, ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒരു പക്ഷം പിടിക്കാൻ അമേരിക്കയില്ല. പക്ഷേ ഇന്ത്യ നടത്തുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് എന്ന് JD വാൻസ് വീണ്ടും പറയുന്നുണ്ട്. ഫോക്സ് TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ വിശദമായ ഒരു പ്രതികരണം വരുന്നത്. അമേരിക്ക ഈ ഘട്ടത്തിൽ ഒരു പക്ഷം പിടിക്കുന്നില്ല, പക്ഷേ ഡി എസ്കലേറ്റിംഗ് എന്നത്, അല്ലെങ്കിൽ ഈ സംഘർഷത്തിന് ലഘൂകരിക്കുക, അയവ് വരുത്തുക എന്നത് അത്തരത്തിലൊരു നീക്കം മാത്രമേ, അതിനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തുടരും. പക്ഷേ ഒരു പക്ഷം പിടിക്കാനില്ല, ഒരു പക്ഷത്ത് നിൽക്കുന്നില്ല എന്നതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം. ഇന്നലത്തെ രാത്രി എടുത്തു നോക്കിയാൽ കൃഷ്ണ, നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു സാഹസം അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഇന്ത്യക്ക് നേരെ ഡ്രോണുകൾ അയക്കുന്നു. അതിന് തിരിച്ചടിയായി ഇന്ത്യ ലാഹോറിലടക്കം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം തകർത്തുകൊണ്ട് ഇന്ത്യ ഡ്രോൺ അയച്ചതാണ്. ആ സൂചന കൊണ്ടും പഠിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കണ്ട നീക്കങ്ങൾ. ജമ്മു കാശ്മീരിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിന് നേരെ, അതായത് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തുന്നു, മിസൈലുകൾ, വെടിവെപ്പ്, അതിർത്തിയിൽ രൂക്ഷമായ വെടിവെപ്പ് നടന്നു. പല സെക്ടറുകളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു കൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഫയറിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ സാധാരണക്കാരായ 16 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്രാമീണരെയാണ്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ ഗ്രാമീണരെയാണ് പാകിസ്ഥാൻ സേന കൊന്നൊടുക്കുന്നത്. അതേസമയം ഇന്ത്യ ആകട്ടെ പാകിസ്ഥാനിൽ കടന്നു ചെന്ന്, അല്ലെങ്കിൽ POKയിൽ, പാക് അധിനിവേശ കാശ്മീരിൽ, അതുപോലെ തന്നെ പാക് പഞ്ചാബിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരവാദികളെ, അവരുടെ കേന്ദ്രങ്ങളെ, അവരുടെ പരിശീലന കേന്ദ്രങ്ങളെയാണ് ഇനി ലക്ഷ്യമിട്ടത്. അതിൻ്റെ എല്ലാ വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ കൃത്യമായി അറിയിച്ചാണ്. ആരൊക്കെയാണ്, ഏതൊക്കെ ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടതെന്നടക്കം, ഏതൊക്കെ കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് എണ്ണി ഇന്ത്യ പറഞ്ഞതുമാണ്. ഏറ്റവും ഒടുവിൽ ഈ ആക്രമണം തുടങ്ങി വെച്ച പാകിസ്ഥാൻ തിരിഞ്ഞുകൊണ്ട അവസ്ഥ ഉണ്ടാകുന്നു. കാരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. നമ്മുടെ ജലന്ധറിന് നേരെ വന്ന, അല്ലെങ്കിൽ ജയ്സാൽമീറിന് നേരെയൊക്കെ വന്ന ആക്രമണങ്ങളെ കനത്ത തോതിൽ തിരിച്ചടിക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം. മുമ്പ് ബൽറാം സൂചിപ്പിച്ചതുപോലെ, ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ S-400 എന്ന ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങളിൽ ഇന്ത്യയെ ഏറ്റവും കരുത്തുറ്റതാക്കിയത് ആ S-400 ആണ്. ഇന്ത്യക്ക് നേരെ വന്ന എല്ലാ ഡ്രോണുകളെയും, എല്ലാ മിസൈലുകളെയും കൃത്യമായി നിഷ്പ്രഭമാക്കാൻ, അതായത് ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചടിച്ച് അതിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞു. ഇന്ത്യക്ക് നേരെ വന്ന ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിലേക്ക് പതിച്ചില്ല എന്നതാണ് കരസേന പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ഒടുവിൽ വന്ന പ്രസ് റിലീസും സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈനികരോ, നമ്മുടെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയോ എന്തെങ്കിലും കേടുപാടുണ്ടാക്കാൻ ഈ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വ്യക്തമായി തന്നെ ഇന്ത്യ പറയുന്നുണ്ട്. അതൊരു ഔദ്യോഗിക പ്രസ് റിലീസ് കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഖ്വാജു ആസിഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ തകർത്തു എന്ന അവകാശവാദം. അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോയി നോക്കൂ എന്നാണ്. അങ്ങനെയുള്ള ഒരു പ്രതികരണമല്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, കരസേനയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത്. കൃത്യമായി ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായ പ്രതികരണം തന്നെ ഇന്നലെ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യ നടത്തുകയുണ്ടായി. 7 മണിക്ക് ആരംഭിച്ച പാക് ആക്രമണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായി. അതായത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് പറന്നുയർന്നു. ഏറ്റവും ഒടുവിൽ INS വിക്രാന്തും, നമ്മൾ നാവികസേനയുടെ സാഹചര്യം അറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി അറബിക്കടലിൽ മുഖാമുഖം നിൽക്കുകയാണ് ഇന്ത്യ പാക് യുദ്ധവിമാനങ്ങൾ, അല്ലെങ്കിൽ നാവികസേനകൾ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് INS വിക്രാന്ത് 1970 ശേഷം അങ്ങനെ കറാച്ചിയിലേക്ക് കടന്നൊരു ആക്രമണം ഇന്ത്യ നടത്തുകയുണ്ടായി. പെഷവാറിൽ, റാവൽപിണ്ടിയിൽ, കറാച്ചിയിൽ, അങ്ങനെ എല്ലായിടത്തേക്കും അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക്, അവരുടെ ഭരണപരമായ, വ്യവസായപരമായ, അല്ലെങ്കിൽ അവരുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക്, സൈനിക കേന്ദ്രങ്ങളിലേക്ക്, റാവൽപിണ്ടി പോലെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക്, സിയാൽകോട്ടിലേക്കൊക്കെ ഇന്ത്യയുടെ ആക്രമണമുണ്ടായി.
പൊതുവേ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഇന്നലെ രാവിലെ നമ്മൾ കണ്ടതാണ് ലാഹോറിലൊക്കെ പ്രധാനപ്പെട്ട വാൾട്ടൺ എയർ സ്പേസിന് സമീപത്ത് അതിന് മുകളിലൊക്കെ പോയിട്ടാണ് ഇന്ത്യയുടെ ഡ്രോണുകൾ പൊട്ടിയത്. ആ മേഖലയാകെ തന്നെ ഒരുപക്ഷെ തുറന്ന കിടക്കുന്ന ഒരു വ്യോമ മേഖലയായിരുന്നു പാകിസ്ഥാനിലത്. കാരണം എന്നിട്ടും എന്തുകൊണ്ട് പാകിസ്ഥാൻ ഒരു സാഹസത്തിന് മുതിർന്നു എന്ന് സ്വാഭാവികമായും അത്ഭുതമാണ്. അതിനുശേഷമാണ് ഈ തിരിച്ചടി അത്രയും ഏറ്റുവാങ്ങിയത്. കനത്ത തിരിച്ചടിയാണുണ്ടത്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ ഇന്നലെ രാവിലെ പുറത്തു വന്നത് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ആർമി വാഹനത്തെ കത്തിച്ചാമ്പലാക്കുന്ന പൊട്ടിത്തെറിപ്പിച്ച് ചാമ്പലാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ബലൂച്ച് ആർമിയുടെ ഭാഗത്തു നിന്ന് BLAയുടെ അവകാശവാദം അവർ കൊറ്റ പിടിച്ചെടുത്തു എന്നാണ്. ഇന്ത്യയെ വന്നടിച്ച് പിൻവാങ്ങേണ്ടി വരുന്ന പാകിസ്ഥാന് മറുവശത്തു നിന്ന് ബലൂചിസ്ഥാൻ ആർമിയുടെ കൂടി പ്രതിരോധം അല്ലെങ്കിൽ അവരെ കൂടി പ്രതിരോധിക്കേണ്ടി വരുന്നു. ഒരേ സമയം ബലൂച്ച് ആർമിയെ പ്രതിരോധിക്കേണ്ടി വരുന്നു. ഇപ്പുറത്ത് ഇമ്രാൻഖാന്റെ PTIയുടെ ഭാഗത്തു നിന്ന് PTI അനുകൂലികൾ ഇമ്രാൻഖാനെ ജയിൽ മോചിപ്പിക്കണം എന്ന ആവശ്യമായി അത്തരത്തിലൊരു രാഷ്ട്രീയമായി കൂടി പാകിസ്ഥാൻ ഞെരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. സൈനികമായി ഇന്ത്യ നൽകിയ തിരിച്ചടി, ഒരു വസ്തുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ, അതിനെ പ്രതിരോധിക്കണം. ഇനി രാഷ്ട്രീയമായ പ്രതിരോധം കൂടി തീർക്കേണ്ടി വരുന്നു പാക് ഭരണകൂടത്തിന് ഈ ഘട്ടത്തിൽ. പക്ഷേ പ്രധാനമന്ത്രി അടക്കം സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. ഇന്ത്യയുടെ ആക്രമണം അത് ഇസ്ലാമാബാദിലേക്ക് കൂടി ചെന്നതോടുകൂടി പ്രധാനമന്ത്രി അടക്കം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു എന്നാണ് പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന.